നമ്മുടെ കർത്താവിൻ്റെ പരിശുദ്ധമായ നാമത്തിന് നന്ദിയോടെ ഞാനും സ്തോത്രം ചെയ്യുന്നു. വിശുദ്ധ സഭായുഗത്തിൽ പങ്കെടുക്കാൻ ദൈവം ഈ ഭൂമിയുടെ പരപ്പിൽ നമുക്ക് ആയുസ്സും അവസരവും എല്ലാം തന്നത് ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. കൃപാലുവായ ദൈവത്തിൻ്റെ സകല അനുഗ്രഹങ്ങളാലും തിരുവെഴുത്തിൽ വായിക്കുന്ന പോലെ സകലവിധ ആത്മീയ അനുഗ്രഹങ്ങളാലും ദൈവം നമ്മളെ അലങ്കരിക്കട്ടെ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന കൂടെ കർത്തൃസന്നിധിയിലായിരിക്കും ദൈവം കൃപ ചെയ്തത്. വിശേഷിയാൽ ഇത് നവംബർ മാസത്തിലെ ആദ്യത്തെ സഭായോഗമാണ്. ഈ വർഷത്തെ അവസാനത്തെ മാസങ്ങളിലേക്ക് എത്തിച്ചേരാൻ കർത്താവ് നമുക്ക് കൃപ ചെയ്തു. ഈ 11-ാം മാസത്തിലും ദൈവസന്നിധിയിൽ അനുഗ്രഹപ്രദമായ രീതിയിൽ നന്മകളും അനുഗ്രഹങ്ങൾ കൊണ്ട് നമ്മെ നിറയ്ക്കട്ടെ. നമ്മൾ ദൈവത്തിൽ ആഴമായി വിശ്വസിക്കുന്നു. മുന്നോട്ടുള്ള ഗമനങ്ങളിലെല്ലാം ദൈവം കരുതി വെച്ചിരിക്കുന്ന ദൈവീക കരുതലുകൾ ഉണ്ടെന്ന് വിശ്വസിക്കുന്നവരാണ് ദൈവത്തെ സ്നേഹിക്കുന്ന ദൈവത്തിൻ്റെ മക്കൾ. നിൽക്കുന്നിടത്ത് നിൽക്കുമ്പോൾ ഒരുപക്ഷെ നമുക്ക് ലഭിക്കേണ്ടത് ലഭിക്കുകയോ കാണേണ്ടത് കാണുകയോ ചെയ്യാൻ ഇടയാക്കി തീരുകയില്ല. ഇസ്രായേൽ മക്കളുടെ ജീവിതയാത്ര പരിശോധിക്കുമ്പോൾ മറ്റു പലരുടെയും ആത്മീക യാത്രയെ നമ്മൾ ആഴമായിട്ട് പരിശോധന നടത്തുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് മുന്നോട്ട് ചെല്ലുമ്പോഴാണ് ദൈവത്തിൻ്റെ കരുതലുകളെ നമുക്ക് അനുഭവിക്കാൻ പറ്റുന്നത്. ഇസ്രായേൽ മുന്നോട്ട് ചെല്ലുമ്പോഴാണ് അത്ഭുതങ്ങൾ കാണാൻ കഴിഞ്ഞത്. അത് കഴിഞ്ഞ് മരുഭൂമിയിലൂടെ മുമ്പോട്ട് പോകുമ്പോഴാണ് മന്ന ലഭിച്ചത്, തീക്കൽപ്പാറയിലെ ജലം ലഭിച്ചത്, കാടപ്പക്ഷിയെ ലഭിച്ചത്. ഇതെല്ലാം പകച്ച ഒരു സ്ഥലത്ത് നിൽക്കുമ്പോഴല്ല, ആരെയോ ഭയപ്പെട്ട് ഒരു സ്ഥലത്ത് ഒതുങ്ങുമ്പോഴല്ല, പ്രതികൂലങ്ങളെ തരണം ചെയ്ത് പ്രാർത്ഥിച്ച് മുന്നോട്ട് പോകുമ്പോൾ ഞാൻ വിശ്വസിക്കുന്നു നമ്മൾ മുന്നോട്ട് ചെല്ലും തോറും ദൈവത്തിൻ്റെ കരുതലുകളുണ്ട്. ഞാൻ ദൈവമക്കൾക്ക് ഞാൻ ഈ പറയുന്ന കാര്യത്തിൽ സ്തോത്രം പറയാനുള്ള വകയുണ്ടെന്ന് വിചാരിക്കുന്നു. കടന്നു പോകുന്ന സ്ഥലങ്ങളിലെല്ലാം വിചാരിക്കാത്ത നന്മകൾ മറച്ചു വെച്ച് അത്ഭുതങ്ങൾ കാണിച്ച് ദൈവത്തിൻ്റെ കരുതലുകളാൽ നമ്മളെ ഈ 11-ാം മാസം വരെ എത്തിച്ച ദൈവത്തെ ആ കരമുയർത്തി ഒന്നോടെ സന്തോഷത്തോടെ സ്തുതിക്കാമെങ്കിൽ മനസ്സ് തുറന്ന് സ്തോത്രം ചെയ്തേരെ. ഹല്ലേലൂയ. ഇനിയും വിശ്വസിക്ക്, ഈ ആണ്ട് തീരുന്നതിനേക്കാൾ മുമ്പ് ഓരോ ആഴ്ചകൾ പിന്നിടുമ്പോഴും ദൈവമായ കർത്താവ് നമുക്ക് വേണ്ടി കരുതി വെച്ചിരിക്കുന്ന ദൈവീക കരുതലുകളാൽ നമ്മെ ദൈവം അലങ്കരിക്കും എന്നുള്ള വിശ്വാസത്തോടെ നമുക്ക് മുന്നോട്ട് പോകാൻ ഇടയാകട്ടെ എന്ന് ഓർപ്പിച്ചുകൊണ്ട് അനുഗ്രഹിക്കപ്പെട്ട കർത്തൃദാസന്മാരുടെ വളരെ പ്രധാനപ്പെട്ട ശുശ്രൂഷകൾ നടക്കുന്ന ദിവസമാണല്ലോ വീട്ടിലെ സഭായോഗം. അതുകൊണ്ട് തന്നെ എനിക്ക് പിന്നാലെയുള്ള കർത്തൃദാസന്മാരുടെ വിലപ്പെട്ട സമയത്തിൽ ഒരു മിനിറ്റ് പോലും പാഴായി പോകാതിരിപ്പാൻ അതീവ തിടുക്കത്തോടെ ഞാനൊരു ആമുഖ സന്ദേശം നിങ്ങളുമായി ലഭ്യമായ സമയത്തിനുള്ളിൽ പറഞ്ഞ് നിങ്ങളുടെ മനസ്സൊരുക്കി അടുത്ത ശുശ്രൂഷകൾക്ക് വേണ്ടി കർത്തൃദാസന്മാരെ ഇവിടേക്ക് ക്ഷണിക്കാൻ വേണ്ടി കർത്തൃസന്നിധിയിൽ ഒരുങ്ങുകയാണ്. ഈ മാസത്തേക്കുള്ള ഒരാത്മീക ചിന്തയായിരിക്കട്ടെ എന്ന് ഞാനും ദൈവസന്നിധിയിൽ ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. കർത്താവ് അത് നൽകി തരേണ്ടതിന് ഒരു അനുഗ്രഹിക്കപ്പെട്ട അനുഗ്രഹ സന്ദേശം നിങ്ങളോട് പങ്കുവെക്കാൻ വേദപുസ്തക ചരിത്രത്തിലെ ഏറ്റവും പരിചിതമായ സൺഡേ സ്കൂൾ വിദ്യാർത്ഥികൾക്ക് പോലും ഓർമ്മയിൽ കിടക്കുന്ന മനോഹരമായിരിക്കുന്ന ഒരു വേദഭാഗത്ത് നിന്ന് 1, 2, 3, 4 കാര്യങ്ങൾ നിങ്ങളെ ഓർപ്പിച്ച് ദൈവസന്നിധിയിൽ അതിലൂടെ ഈ ദിവസങ്ങൾ നിങ്ങൾ പ്രതീക്ഷിക്കാമെങ്കിൽ ചെയ്യാമെങ്കിൽ അത്രയ്ക്ക് വൻ കാര്യങ്ങൾ നടക്കുമെന്നുള്ള ഒരു അകമഴിഞ്ഞ വിശ്വാസം എൻ്റെ അകത്തുള്ളത് കൊണ്ട് അത് നിങ്ങളുമായി പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നു. ഉൽപ്പത്തി പുസ്തകം 8-ാം അധ്യായം 4-ാമത്തെ വാക്യം വായിച്ചുകൊണ്ടാണ് ഇന്നത്തെ സഭായോഗത്തിൻ്റെ ആമുഖ സന്ദേശം നിങ്ങൾക്ക് പങ്കുവെക്കാൻ വേണ്ടി ഞാൻ ഒരുങ്ങുന്നത്. ഉൽപ്പത്തി പുസ്തകം 8-ാം അധ്യായം 4-ാം വാക്യം ഞാൻ വായിക്കാൻ ഒരുങ്ങുമ്പോൾ നിങ്ങൾ ആ വാക്യം ശ്രദ്ധിച്ച് വിശ്വാസം എന്നോട് കൂടെ വായിക്കുകയോ ശ്രദ്ധിക്കുകയോ ചെയ്യണമെന്ന് അപേക്ഷിക്കുന്നു. ഉൽപ്പത്തി 8:4. 7-ാം മാസം 17-ാം തീയതി പെട്ടകം അരാരാത്ത് പർവ്വതത്തിൽ ഉറച്ചു. ഒന്നോടെ ആവർത്തിക്കാം. 7-ാം മാസം 17-ാം തീയതി പെട്ടകം അരാരാത്ത് പർവ്വതത്തിൽ ഉറച്ചു. നോഹയുടെ ജീവിതത്തിൻ്റെ ചരിത്രത്തിൽ നിന്ന് ലോകം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ ഒരു ദൈവിക പദ്ധതിക്ക് ദൈവം ഉപയോഗിച്ച കൃപ ലഭിച്ച മനുഷ്യൻ. ആ മനുഷ്യൻ ദൈവത്തെ അനുസരിച്ചത് നിമിത്തം കാലം മറ്റൊന്നിന് വഴിമാറിക്കൊടുക്കത്തക്ക രീതിയിൽ ദൈവമായ കർത്താവ് സ്തോത്രം ദൈവത്തിൻ്റെ പദ്ധതിക്ക് വേണ്ടി പ്രയോജനപ്പെടുത്തിയ നോഹ ആ പെട്ടകത്തോടും പെരുവെള്ളത്തോടും ന്യായവിധിയോടും ഒക്കെയുള്ള ബന്ധത്തിലെ എല്ലാ ഭാഗങ്ങളും സ്തോത്രം ദൈവമക്കളായിരിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് ഒരു അമ്മൂമ്മ കഥ പോലെ എന്ന വണ്ണം ഇത് കഥയല്ല എന്നെനിക്കറിയാം. എങ്കിലും നിങ്ങളുടെ മനസ്സിനകത്ത് അത്രയ്ക്ക് സ്പഷ്ടമായിട്ട് പരിചിതമാണ് ഈ ഭാഗങ്ങളെന്നൊക്കെ അറിയാം. എങ്കിലും ഞാൻ ആ വാക്യത്തെ കഴിഞ്ഞ ദിവസം ധ്യാനിക്കുമ്പോൾ ദൈവസന്നിധിയിൽ എനിക്ക് വിലയേറിയതായി തോന്നിയ ചില ചിന്തകൾ ആത്മീകര ആഗ്രഹിക്കുന്നവരോട് പറഞ്ഞു ഉറപ്പിക്കാൻ കർത്തൃദാസൻ എന്ന നിലയ്ക്ക് ഒരു ആത്മപ്രേരണ എൻ്റെ അകത്ത് ലഭിച്ചു. അതുകൊണ്ട് ലളിതമായിട്ട് ആ കാര്യം പറയാൻ ആഗ്രഹിക്കുക. 8-ാം അധ്യായത്തിലേക്ക് കിടക്കുമ്പോൾ ഒരുപാട് പ്രതീക്ഷകൾ നൽകുന്ന ഒരു അധ്യായമാണ്. 7, 6 ഒക്കെ എന്ന് പറയുമ്പോൾ ദൈവത്തിൻ്റെ ന്യായവിധി നടക്കുന്നു. നിലയില്ലാ വെള്ളത്തിൽ ആളുകൾ തകരുകയാണ്. നോഹയും കുടുംബവും മാത്രം എന്തായി തീരുമെന്നറിയാത്ത ഇതിനു മുമ്പ് യാതൊരു വിധത്തിലും ഇന്നിപ്പോൾ ഈ സഭായോഗത്തിൽ പങ്കെടുക്കുന്ന ആളുകൾക്കറിയാം ഇന്നിപ്പോൾ ഇവിടെ ആരൊക്കെയാണ് പ്രസംഗിക്കാൻ വരുന്നത്, എത്ര മണിക്ക് തീരും, ഞാൻ പ്രസംഗിച്ചാൽ എന്തോരം പ്രസംഗിക്കും, ഇതൊക്കെ അറിയാം. ഏകദേശം തീരുന്ന സമയവും ഇത് അവസാനിക്കുന്ന പദ്ധതി ഇത് കഴിയുമ്പോഴുള്ള പ്ലാനൊക്കെ നമ്മൾ ചെയ്തിട്ടിട്ടാണ് സഭായോഗത്തിന് ഇരിക്കുന്നത്. എന്നാൽ പെട്ടകത്തിനകത്ത് കയറി വാതിലടച്ച നോഹ പെരുവെള്ളത്തിൽ പൊങ്ങി ഒഴുകാൻ തുടങ്ങിയപ്പോൾ ഇനി എപ്പോൾ ഇത് നിൽക്കും, ഇതെപ്പോൾ തീരും, ഇതെവിടെ ചെന്ന് അവസാനിക്കും, ഇതിൻ്റെ അപ്പുറം എന്തായിരിക്കും എന്നതിനെക്കുറിച്ചൊന്നും ഒരു പ്ലാനുകളും മനസ്സിലില്ലാത്ത രീതിയിൽ സ്തോത്രം ആശങ്ക എന്നൊരു വാക്ക് ഞാൻ ഉപയോഗിക്കുന്നില്ല. എങ്കിലും മനുഷ്യൻ എന്ന നിലയ്ക്ക് എപ്പോൾ എന്ത് എങ്ങനെ എന്ന ചോദ്യങ്ങളൊക്കെ മനസ്സിൽ ആവർത്തിച്ച് ഒഴുകി നടക്കുന്ന ഒരു അധ്യായമായിരുന്നു 7-ാമത്തെ അധ്യായം. എന്നാൽ 8-ാമത്തെ അധ്യായത്തിലേക്ക് കയറിയപ്പോൾ
ആ അധ്യായത്തിൻ്റെ തുടക്കത്തിലെ ആദ്യത്തെ 4-5 വാക്യങ്ങളിൽ തന്നെ വാക്കുകൾ വലിയ പ്രതീക്ഷ നൽകുന്നതാണ്. ഞാൻ ആ വാക്കുകൾ നിങ്ങളെ ഒന്ന് സ്തോത്രം ഓർപ്പിക്കാം. അതിനകത്ത് 1-ാമത്തെ വാക്യത്തിൽ എഴുതിയിരിക്കുന്നു, ദൈവം നോഹയെയും ആ പെട്ടകത്തിലുള്ള എല്ലാ ജീവജാലങ്ങളെയും ഓർത്തു. ദൈവം ഓർത്തു എന്ന് പറയുന്നത് തന്നെ സ്തോത്രം ഒരു വലിയ സന്തോഷമുള്ള കാര്യമാണ്. ഈ 8-ാം അധ്യായത്തിൽ കയറുമ്പോൾ തന്നെ പ്രതീക്ഷകൾ വരികയാണ്. അതിനർത്ഥം നോഹയെ മറന്നു എന്നുള്ളതല്ല. ആ വാക്കിനെല്ലാം വേദപുസ്തകത്തിൻ്റെ വാക്കുകൾക്ക് ചില പ്രത്യേകതയുണ്ട്. ദൈവം ഒരു മനുഷ്യനെ ഓർത്താൽ ഈ ബൈബിൾ ചരിത്രത്തിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് അവന് വേണ്ടി ദൈവം എന്തോ ചെയ്യാൻ തുടങ്ങുകയാണെന്ന്. സ്തോത്രം ഹല്ലേലൂയ. ഈ അധ്യായത്തിലേക്ക് കയറിയപ്പോൾ തന്നെ ദൈവം അവനെ ഓർത്തു എന്ന് എഴുതിയിരിക്കുന്നു. 2, ഭൂമിമേലൊരു കാറ്റടിച്ചപ്പോൾ വെള്ളം നിലച്ചു. കുറച്ച് നാളുകളായിട്ട് എവിടെ നിന്നാണ് ഇത് പുറത്തേക്ക് വരുന്നതെന്ന് അറിയാതെ സ്തോത്രം ആഴിയുടെ ഉറവകൾ തുറന്ന് ആകാശത്തിൻ്റെ കിളിവാതികൾ തുറന്ന് എഴുതിയിരിക്കുന്നത്. അങ്ങനെ ഒരു കിളിവാതിൽ ഉണ്ടോ എന്നൊക്കെ സയന്റിഫിക്കായി പരിശോധിച്ചാൽ കാണാൻ പറ്റിയല്ല. പക്ഷെ ദൈവവചനത്തിൽ എഴുതിയിരിക്കുന്നു അങ്ങനെ കിളിവാതിൽ തുറന്ന് ഒഴുകി പോകുന്നത് പോലത്തെ വെള്ളം നിലയ്ക്കാതിരിക്കുകയായിരുന്നു. പക്ഷെ 8-ാമത്തെ അധ്യായത്തിലേക്ക് കയറിയപ്പോൾ പറയുന്നു വെള്ളം നിലയ്ക്കാൻ തുടങ്ങിയെന്ന്. അടുത്തത് ആകാശത്തിൻ്റെ കിളിവാതിൽ അടഞ്ഞു എന്ന്. സ്തോത്രം ഹല്ലേലൂയ. ഭൂമിയിൽ നിന്ന് വെള്ളം ഇറങ്ങാൻ തുടങ്ങിയെന്ന്. അടുത്തത് സ്തോത്രം വെള്ളം കുറഞ്ഞ് സ്തോത്രം ഹല്ലേലൂയ ഇടവിടാതെ ഭൂമിയിൽ നിന്ന് ഇറങ്ങിക്കൊണ്ടിരുന്നു എന്ന്. വെള്ളം കുറഞ്ഞു തുടങ്ങിയെന്ന്. ഈ വാക്കുകളെല്ലാം വേദപുസ്തക പരിശോധകൻ എന്ന നിലയ്ക്ക്, ആത്മീകത തേടി നടക്കുന്ന ഒരാളെന്ന നിലയ്ക്ക് ദൈവസന്നിധിയിൽ ഞാൻ വലിയ പ്രതീക്ഷയോടെ കാണുന്നു. എന്ത് കാണുന്നു? ഒരു കാലഘട്ടം മുഴുവൻ എന്തായി തീരുമെന്നറിയാതിരുന്ന കാര്യം, എപ്പോൾ തീരുമെന്നറിയാതിരുന്ന കാര്യം, മുകളിലേക്ക് തന്നെ വെള്ളം പൊങ്ങി ഉയർന്ന് ഇത് എവിടെ ചെന്ന് ഇടിക്കുമെന്നറിയാത്ത രീതിയിൽ കൊണ്ടു നടന്ന വിഷയം 8-ാമത്തെ അധ്യായത്തിലേക്ക് കയറിയപ്പോഴേ സ്വർഗസ്ഥനായ ദൈവത്തിന്റെ കൃപയാൽ ഇതിനകത്ത് പ്രതീക്ഷകൾ വരികയാണ്. ഇന്നലെ വരെയും നിലയില്ലാ കയം പോലെ കിടന്നത് ഇറങ്ങി താഴേക്ക് ഇടവിടാതെ വെള്ളം വാർന്നു പോകാൻ തുടങ്ങി. കാറ്റടിച്ച് ദൈവത്തിന്റെ പ്രവൃത്തികൾ ആരംഭിക്കാൻ തുടങ്ങി. വെള്ളം നിലയ്ക്കാൻ തുടങ്ങി. കിളിവാതിലുകൾ അടയാൻ തുടങ്ങി. ഉറവകൾ അടയാൻ തുടങ്ങി. വെള്ളം കുറഞ്ഞു തുടങ്ങി. എത്ര പേർക്ക് ഞാനിത് പറയുമ്പോൾ വിശ്വാസത്തോടെ പറയാൻ തുടങ്ങും, ഇന്നലെ വരെ അനിശ്ചിതത്വമായിരുന്ന ചില കാര്യങ്ങൾ നവംബർ മാസത്തിലേക്ക് കയറുമ്പോൾ ഡിസംബർ തീരുന്നതിനേക്കാൾ മുമ്പ് 8-ാം അധ്യായത്തിന്റെ ആമുഖ വാക്ക് പോലെ ചില കാര്യങ്ങൾ കൂടി വരികയല്ല, കുറഞ്ഞു വരും. വിശ്വസിക്കാമെങ്കിൽ ദൈവസന്നിധിയിൽ ആത്മാവിൽ വിശ്വസിക്കുക. ചില രോഗങ്ങളെ പോലും വചനം വെച്ച് നിങ്ങൾക്ക് ഏറ്റുമുട്ടാമെങ്കിൽ, ചില വിഷയങ്ങൾ കൊടുമ്പിരി കൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ അതുപോലും നിങ്ങൾ വിശ്വസിക്കുക. ദൈവത്തിൻ്റെ വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ വിശ്വസിക്കാൻ തയ്യാറായാൽ ഈ നവംബർ മാസത്തിൽ ചില പ്രശ്നങ്ങൾ കുറഞ്ഞു വരും. സ്തോത്രം ഹല്ലേലൂയ. അങ്ങനെ വിശ്വസിക്കുന്ന ദൈവമക്കൾ ഈ സഭായോഗത്തിൽ പങ്കെടുക്കുമ്പോൾ ആത്മാവിൽ വിശ്വസിക്കുന്നവരാണെങ്കിൽ നിങ്ങൾ സ്തോത്രം പറഞ്ഞോ ആമീൻ പറഞ്ഞോ ഏതെങ്കിലും വിധത്തിൽ പ്രതികരിക്കണം. നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ വീട്ടിലെ വിഷയം, നിങ്ങളുടെ ശരീരത്തിൻ്റെ രോഗം ഓരോ ദിവസം കഴിയും തോറും അടുത്ത അവയവത്തെ കയറിപ്പിടിച്ച് ഇതിന് വല്ലാത്ത സ്ഥിതിയിലാകുമെന്ന് പറഞ്ഞിരിക്കുന്ന കാര്യം യേശുവിന്റെ നാമത്തിൽ നവംബർ മാസത്തിൽ നടക്കാൻ പോകുന്ന പല ആത്മീക കൂട്ടായ്മകളും പ്രാർത്ഥനകളുടെ നിമിത്തം നമുക്ക് ലഭിക്കാൻ പോകുന്ന അനവധി ശുശ്രൂഷകൾ നിമിത്തം, ദൈവത്തിന്റെ കൃപ നിമിത്തം, ദൈവം നമ്മളെ ഓർക്കുന്നത് നിമിത്തം നിന്റെ മേൽ കിടക്കുന്ന ചില വിഷയങ്ങൾ, ചില ന്യായവിധിയുടെ വിഷയങ്ങൾ പോലും ദൈവം നിന്നെ ഓർത്തിട്ട്, പ്രാർത്ഥിക്കുന്നവരെ ഓർത്തിട്ട്, ദൈവത്തെ അനുസരിക്കുന്നവരെ ഓർത്തിട്ട് സ്വർഗം അതിന്റെ ആഴം കുറയ്ക്കുമെന്ന് ഞാൻ ആത്മാവിൽ പറയുമ്പോൾ ഈ മാസത്തിൽ അത് സംഭവിക്കുമെന്ന് വിശ്വസിക്കാൻ മനസ്സുള്ള ദൈവമക്കൾ സ്തോത്രം പറഞ്ഞ് വിശ്വസിക്കണം. ഹല്ലേലൂയ. അപ്പൊ ഈ അധ്യായത്തിലേക്ക് കയറുമ്പോൾ തന്നെ ശുഭകരമായ പല കാര്യങ്ങളും ദൈവം സ്തോത്രം ഓർത്ത് ചെയ്യാൻ ആരംഭിക്കുകയാണ്. കർത്താവ് ചെയ്യട്ടെ. ഈ ആണ്ട് കഴിയുന്നതിനേക്കാൾ മുമ്പ് ഈ 10 മാസങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിച്ച വിഷയത്തിന് ആ കാര്യങ്ങൾ, ആ വേദന, ആ പ്രശ്നം, ആ അപമാനം, ആ നാണക്കേട് ഒന്നുമായില്ല എന്ന് ഈ കഴിഞ്ഞ ദിവസം കൂടി പറഞ്ഞ വിഷയങ്ങൾക്കൊരു പരിഹാരമുണ്ടാകട്ടെ. കരമുയർത്തി ഒന്നോടെ ദൈവത്തിന് സ്തോത്രം ചെയ്താട്ടെ എല്ലാവരും കൂടെ. സ്തോത്രം. 4-ാമത്തെ വാക്യത്തിനകത്ത് അവിടെ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് 5 കാര്യങ്ങൾ നിങ്ങളോട് പങ്കുവെക്കാൻ വേണ്ടി കർത്താവിൽ ഞാൻ എൻ്റെ മൈൻഡിൽ സെറ്റ് ചെയ്തിരിക്കുന്നത്. 4-ാമത്തെ വാക്യത്തിൽ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്: 7-ാം മാസം 17-ാം തീയതി പെട്ടകം അരാരാത്ത് പർവ്വതത്തിൽ ഉറച്ചു. ഹല്ലേലൂയ. പ്രശ്നം തീർന്നിട്ടില്ല, ഭൂമി കാണായി വന്നിട്ടില്ല, നോഹയ്ക്കും കുടുംബാംഗങ്ങൾക്കും സമതലമായിരിക്കുന്നൊരു മണ്ണിലേക്ക് ഇറങ്ങാൻ പറ്റിയിട്ടില്ല, വെള്ളം ഭൂമിയിൽ നിന്ന് വറ്റിയിട്ടില്ല. പക്ഷേ ഇതിനൊക്കെ മുമ്പ് പ്രതീക്ഷ നൽകുന്ന കാര്യമാണ് 4-ാം വാക്യം. ഒഴുകി നടന്ന പെട്ടകം പ്രശ്നങ്ങൾ തീരുന്നതിനേക്കാൾ മുമ്പ്, വെള്ളം മുഴുവൻ വറ്റുന്നതിനേക്കാൾ മുമ്പ് സ്തോത്രം പെട്ടകം ഒരു പർവ്വതത്തിൻ്റെ മുകളിൽ ഇടിച്ചു എന്നല്ല, ഉറച്ചു. സ്തോത്രം. അവിടെ നിന്ന് നമ്മുടെ ചിന്തകൾക്ക് തുടക്കം കുറിക്കാം. വേദപുസ്തകത്തിനകത്ത് ഉറയ്ക്കുക എന്ന വാക്ക്, പ്രത്യേകിച്ച് പുതിയ നിയമത്തിനകത്ത് ഒരു ഉപദേശമായി തന്നിരിക്കുന്ന പല വാക്യങ്ങളുണ്ട്. അപ്പോൾ തന്നെ പഴയ നിയമത്തിനകത്ത് മുന്നറിയിപ്പ് പോലെ നമുക്ക് തന്നിട്ടുണ്ട്. സ്തോത്രം. ഒരു തരം ആടുന്ന രീതിയിൽ ജീവിക്കരുത്. ആ വാക്യം സങ്കീർത്തനത്തിനകത്താണ്. 62-ാം സങ്കീർത്തനത്തിൻ്റെ 3-ാമത്തെ വാക്യത്തിലേക്ക് നോക്കുക. 62-ാം സങ്കീർത്തനം 3-ാം വാക്യത്തിൽ എഴുതിയിരിക്കുന്നു: നിങ്ങളെല്ലാവരും ചാഞ്ഞ മതിലും ആടുന്ന വേലിയും പോലെ എന്നെഴുതിയിരിക്കുക വാക്ക്. അപ്പോൾ ആത്മീക ജീവിതത്തിനകത്തേക്ക് ഇറങ്ങുന്ന ആളുകൾ, വിശ്വാസ ജീവിതത്തിനകത്തേക്ക് കാല് വെക്കുന്ന ആളുകൾ, അവരോർത്തോളണം, അവർ എവിടെയെങ്കിലും ഉറക്കുക എന്നുള്ളതല്ല,
ദൈവത്തിൻ്റെ കൃപയിൽ ഉറയ്ക്കണം, ദൈവത്തിൻ്റെ വചനത്തിൽ ഉറയ്ക്കണം, ദൈവത്തിൻ്റെ സഭയിൽ ഉറയ്ക്കണം, ദൈവിക ഉപദേശത്തിൽ ഉറയ്ക്കണം, കർത്താവ് പറഞ്ഞ വിഷയത്തിൽ ഉറയ്ക്കണം. ആ കാര്യത്തിനകത്ത് ആടരുത്, അതിനകത്ത് ചായരുത്. ദൈവം എന്നെ വിളിച്ചു, കർത്താവിനെ സേവിപ്പാൻ എന്നെ വിളിച്ചു, ദൈവത്തെ ആരാധിപ്പാൻ എന്നെ വിളിച്ചു, ഈ കാര്യത്തിൽ ഇനി സംശയമില്ല എന്ന ഉറപ്പോടെ ദൈവത്തിൻ്റെ കൃപയിൽ ഉറയ്ക്കണമെന്നുള്ളത് ബൈബിൾ നമുക്ക് തരുന്ന വലിയൊരു ഉപദേശമാണ്. പുതിയ നിയമത്തിൻ്റെ ലേഖനങ്ങൾക്കകത്ത് ധന്യനായ പൗലോസ് എഴുതിയിരിക്കുന്നത് സൂക്ഷ്മ പരിശോധനയ്ക്ക് വിധേയപ്പെടുത്തുകയാണെങ്കിൽ അവിടെ കാണാൻ കഴിയുന്നത് പല കാര്യങ്ങളും, പ്രത്യേകിച്ച് പരിശുദ്ധാത്മ സംബന്ധിച്ച പല കാര്യങ്ങളും ഉറച്ചു കഴിയുമ്പോഴാണ് ദൈവം ചെയ്യാനും തുടങ്ങാനൊക്കെ ഇടയായിത്തീരുന്നത്. 2-3 വാക്യങ്ങൾ ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. 2 കൊരിന്ത്യർ 1-ാം അധ്യായത്തിൻ്റെ 21-ാമത്തെ വാക്യത്തിനകത്ത് പൗലോസ് പറയുന്നൊരു കാര്യമുണ്ട്. 2 കൊരിന്ത്യർ 1-ാം അധ്യായം അതിൻ്റെ 21-ാമത്തെ വാക്യം, ഞങ്ങളെ നിങ്ങളോടുകൂടെ ക്രിസ്തുവിൽ ഉറപ്പിക്കുന്നതും, ഞാൻ പറയുന്നത് ഉറയ്ക്കുക എന്ന വാക്ക, ഉറപ്പിക്കുന്നതും നമ്മെ അഭിഷേകം ചെയ്തതും ദൈവമല്ലോ. അപ്പോൾ ആദ്യം അവിടെ പറഞ്ഞിരിക്കുന്നത് എങ്ങനെയാണ്? ഞങ്ങളോടുകൂടെ നിങ്ങൾ ഉറയ്ക്കണം. അപ്പോസ്തലന്മാരാണ് ഈ പറയുന്നത്, ദൈവത്തിൻ്റെ ഉപദേശത്തിൻ്റെ കാവലാളുകൾ, അത് ഭരമേൽപ്പിച്ചവർ, സ്തോത്രം, സഭയുടെ നടത്തിപ്പുകാർ വിശ്വാസികളോട് പറയുകയാണ്, ഞങ്ങളെ നിങ്ങളോടുകൂടെ ക്രിസ്തുവിൽ ഉറപ്പിക്കുന്നത്, അല്ലേ? സ്തോത്രം, ഹല്ലേലൂയ. അപ്പൊ ക്രിസ്തുവിൽ ഉറയ്ക്കുക എന്നൊരു പദമുണ്ട്. പെട്ടകം അരാരാത്ത് പർവ്വതത്തിൽ ഉറച്ചു എന്നൊരു വാക്ക് നമ്മൾ വായിച്ചിട്ടിരിക്കുക. ക്രിസ്തുവിൽ ഉറയ്ക്കുക, സ്തോത്രം. അതിനകത്ത് ഉറച്ച് കഴിയുമ്പോഴാണ് അഭിഷേകം തരുന്നത്. സ്തോത്രം, ഹല്ലേലൂയ. അഭിഷേകം എന്നൊക്കെ പറയുന്നത് പുതിയ നിയമത്തിനകത്ത് വീണ്ടും കയറി വന്നിരിക്കുമ്പോൾ ആ കാര്യത്തിനൊക്കെ പർപ്പസ്ലി ഭയങ്കര ആധികാരികതയുണ്ട്. അപ്പൊ ചുമ്മാ കാര്യം നടത്താൻ വേണ്ടി നമ്മൾ വന്നു പോയാൽ, സ്തോത്രം, ഹല്ലേലൂയ, ഒരു ആവശ്യ കാര്യം സാധിപ്പിക്കുന്നവരെ പോലെ, കാര്യസാധ്യം പ്രാപിക്കുന്നവരെ പോലെ, അങ്ങനെയാണ് ബൈബിളിൻ്റെ ഭാഷ. കാര്യസാധ്യം പ്രാപിക്കുന്നവരെ പോലെ, കാര്യം സാധിക്കാൻ വേണ്ടി മാത്രം സഭയെ കണ്ടാൽ, കാര്യം സാധിക്കാൻ വേണ്ടി മാത്രം ക്രിസ്തുവിനെ ഉപയോഗിച്ചാൽ, കാര്യം സാധിക്കാൻ വേണ്ടി മാത്രം ക്രിസ്തു ശുശ്രൂഷകരെ ഉപയോഗിച്ചാൽ, അവരെക്കുറിച്ച് വേദപുസ്തകം വിലയിരുത്തുന്നത് അവർ ഉറച്ചിട്ടില്ല, ഉറച്ചവരല്ല. ഉറച്ചു എന്ന് ദൈവത്തിന് ബോധ്യപ്പെടുമ്പോഴാണ് പൗലോസ് പറയുന്നു, നിങ്ങളെ ഞങ്ങളോടുകൂടെ ഉറപ്പിച്ചിട്ട് നിങ്ങളെ അഭിഷേകം ചെയ്യും, സ്തോത്രം, ഹല്ലേലൂയ എന്ന് പറഞ്ഞിരിക്കുന്നത്. പത്രോസ് ആകട്ടെ ആ കാര്യം പറഞ്ഞിരിക്കുന്നത് മറ്റൊരു രീതിയിലാണ്. പത്രോസിന്റെ 1-ാമത്തെ ലേഖനം 5-ാമത്തെ അധ്യായം, 1-ാമത്തെ ലേഖനം 5-ാമത്തെ അധ്യായം, സ്തോത്രം, ഹല്ലേലൂയ, 10-ാമത്തെ വാക്യം ശ്രദ്ധിച്ചോളൂ. എന്നാൽ അല്പകാലത്തേക്ക് കഷ്ടം സഹിക്കുന്ന നിങ്ങളെ ക്രിസ്തുവിൽ തൻ്റെ നിത്യ തേജസ്സിനായി വിളിച്ചിരിക്കുന്ന സർവ്വകൃപാലുവായ ദൈവം തന്നെ യഥാസ്ഥാനപ്പെടുത്തി ഉറപ്പിച്ച് ശക്തീകരിക്കും. അപ്പൊ അവിടെ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ, സ്തോത്രം, യഥാസ്ഥാനപ്പെടുക, ഉറപ്പിക്കുക, എന്നിട്ടാണ് ശക്തീകരിക്കുന്നത്. അപ്പോൾ ഒരാളെ ശക്തീകരിക്കുന്നത്, ആത്മാവിൻ്റെ തലത്തിലേക്ക് കയറ്റുന്നത് ഒരു ദിവസം പ്രാർത്ഥനയ്ക്ക് വന്നതുകൊണ്ടോ, സ്തോത്രം, കർത്താവിൻ്റെ പേരിൽ ആർക്കെങ്കിലും 1000 രൂപ കൊടുത്തത് കൊണ്ടോ അതിനൊരു അനുഗ്രഹം കാണുമായിരിക്കും. പക്ഷേ ആത്മശക്തിയുടെ തലങ്ങളിലേക്ക് അവരെ കയറ്റണമെങ്കിൽ ദൈവത്തിന് വിശ്വസിക്കാൻ പറ്റണം. നീ ക്രിസ്തുവിൽ ഉറച്ചു, ദൈവത്തിൻ്റെ വചനത്തിൽ ഉറച്ചു എന്ന് ബോധ്യമുണ്ടാകണം. അങ്ങനെ ബോധ്യപ്പെട്ടെങ്കിലേ ആ കാര്യങ്ങൾ നിർവഹിപ്പാൻ ദൈവമായ കർത്താവ് ഇടയാക്കുകയുള്ളൂ. അപ്പോൾ സ്തോത്രം, ഹല്ലേലൂയ, ഈ ഭാഗത്തേക്ക്, അഥവാ ഞാനീ പറഞ്ഞ ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ ഭാഗത്തേക്ക് തിരിച്ചു വരികയാണ്. അതിനെ ഈ പുതിയ നിയമത്തിൻ്റെ വാക്യം കൊണ്ട് തെളിയിച്ചുകൊണ്ട് ഉറച്ചു വരികയാണ്. ഈ പെട്ടകം അരാരാത്ത് പർവ്വതത്തിൽ ഉറച്ചു. അത് ദൈവത്തിൻ്റെ കരുണയാണ്. നോഹ കൊണ്ടുപോയി, സ്തോത്രം, ഹല്ലേലൂയ, കൊണ്ടുപോയി വണ്ടി കൊണ്ട് നിർത്തിയതുപോലെ, പാർക്ക് ചെയ്തതുപോലെ പതുക്കെ കൊണ്ട് ഒതുക്കി നിർത്തിയതല്ല. സ്തോത്രം, ദൈവമായ കർത്താവ് സ്വാഭാവികമായിട്ട് നിങ്ങൾ ആ ഭാഗം പരിശോധിച്ചാൽ കാണാൻ കഴിയുന്നത്, വെള്ളം ഇറങ്ങുമ്പോൾ താഴേക്ക് ഊറി ഇറങ്ങി ഏതെങ്കിലും ചതുപ്പ് നിലത്ത്, സമനിലത്ത് പോയി ഉറയ്ക്കാനാണ് സാധ്യത. അങ്ങനെയാണല്ലോ വെള്ളം ഇറങ്ങുമ്പോൾ, സ്തോത്രം. പക്ഷേ ദൈവം തമ്പുരാൻ നോഹയുടെ പെട്ടകത്തെ വെള്ളമിറങ്ങി അവസാനം വരെ കാത്തു നിന്നില്ല. അങ്ങ് താഴെ വന്ന്, സ്തോത്രം, സമുദ്രനിരപ്പിൽ നിന്നും താഴെ ഒരു ചതുപ്പ് നിലത്തിൽ കൊണ്ടുപോയി പെട്ടകം അടിഞ്ഞു എന്നല്ല വാക്ക്. വെള്ളം ഇറങ്ങുന്നതിനേക്കാൾ മുമ്പ് ഈ പുസ്തകത്തിൻ്റെ കാര്യങ്ങളിൽ ആദ്യം നടന്നത് വെള്ളമിറങ്ങലല്ല, ആദ്യം നടന്നത് ഭൂമി ഉണങ്ങിയതല്ല, ആദ്യം നടന്നത് യാഗം നടത്തലല്ല, ആദ്യം നടന്നത് ഈ വെള്ളം കയറി കിടക്കുമ്പോൾ തന്നെ ദൈവം നിശ്ചയിച്ച സ്ഥാനത്ത് സ്വർഗം ഈ പെട്ടകത്തെ കൊണ്ടുപോയി ഉറപ്പിച്ചു. നിങ്ങൾക്ക് വിശ്വാസമുണ്ടോ? എന്നെ എൻ്റെ കർത്താവ് ഒരു സ്ഥലത്ത് ഉറപ്പിച്ചെന്ന്. ഇതുവരെ 50 കൊല്ലമായി സ്തോത്രം വിശ്വസിക്കാൻ തുടങ്ങിയിട്ട്, സ്തോത്രം, 35 കൊല്ലമായി ദൈവത്തെ വിളിക്കാൻ തുടങ്ങിയിട്ട്. കുറച്ചുകൂടെ തെളിച്ച് പറയാം, സ്തോത്രം, ഹല്ലേലൂയ, 10-20 കൊല്ലങ്ങൾക്ക് മുമ്പ് ആരെ കൊണ്ടുപോയി സ്നാനപ്പെടുത്തി. പക്ഷേ എവിടാണെന്ന് ചോദിച്ചാൽ അറിയാലോ. എവിടെയെങ്കിലും ഉറച്ചിട്ടുണ്ടോ? കൃപയിൽ, ദൈവത്തിൽ, വചനത്തിൽ, സത്യത്തിലേക്ക് ഉറയ്ക്കുമ്പോൾ ഉറച്ചവർക്ക് വേണ്ടി കരുതി വെച്ചിരിക്കുന്ന അസാധാരണ കരുതലുകളെ ഈ പുസ്തകത്തിനകത്തുണ്ട്. അതൊരു ഉപദേശം തന്നെയാണ്. ഈ പെട്ടകം പോയി അരാരാത്തിൽ ദൈവം ഉറപ്പിച്ചു കഴിഞ്ഞപ്പോൾ സംഭവിച്ച, സ്തോത്രം, ഹല്ലേലൂയ, 4-5 കൂട്ടം കാര്യങ്ങൾ നിങ്ങളോട് പറഞ്ഞു തുടങ്ങാം. കേട്ടോളണേ. 5-ാമത്തെ വാക്യം, സ്തോത്രം, എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്. 4-ാമത്തെ വാക്യത്തിൽ പെട്ടകം ഉറച്ചു കഴിഞ്ഞപ്പോൾ ഒരു 5 കാര്യങ്ങൾ ഞാൻ താഴേക്ക് പറയാം. 5-ാമത്തെ വാക്യം അവിടെ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്: 10-ാം മാസം വരെ വെള്ളം ഇടവിടാതെ കുറഞ്ഞു തുടങ്ങി. പെട്ടകം ഉറച്ചു കഴിഞ്ഞപ്പോൾ ഒരു വാക്ക് അവിടെ ഉപയോഗിച്ചു, ഇടവിടാതെ വെള്ളം കുറയാൻ തുടങ്ങി. ഇടവിടാതെ എന്ന വാക്കാണ് ആ വാക്യത്തിലെ ഹൈലൈറ്റ്. സ്തോത്രം എന്ന് പറഞ്ഞാൽ എൻ്റെ അർത്ഥം മനസ്സിലാകുന്നു. ഇടവിടാതെ എന്ന് പറഞ്ഞാൽ കണ്ടിന്യൂ ആയിട്ട് കുറയാൻ തുടങ്ങുകയാണ്. മറ്റത് അങ്ങനെയല്ല. പ്രാർത്ഥിക്കാൻ പോകുമ്പോൾ ഒരു ചെറിയ വിടുതൽ തോന്നും,
പക്ഷെ വീട്ടിൽ വന്നു കഴിയുമ്പോൾ പിന്നെ എന്തേ കുടയും കുരിശുമായിട്ട് വരുന്ന അതേ വിഷയം. സ്തോത്രം. മറ്റത് എവിടെയെങ്കിലും ഉറച്ചാൽ ഈ വിഷയം ദൈവമായ കർത്താവ് കുറച്ച് ഒറ്റ ദിവസം കൊണ്ട് രാത്രിയെ പകലാക്കുന്നത് പോലെയോ അല്ലെങ്കിൽ ഒരു കാര്യമെടുത്ത് മാറ്റുന്ന പോലെ ആയിരിക്കില്ല. നീ ഉറച്ചു കഴിയുമ്പോൾ ഇന്ന് തലയ്ക്ക് മീതെ നിൽക്കുന്ന വിഷയത്തെ താഴേക്ക് കൊണ്ടുവന്നതിനെ ഇല്ലാതാക്കാൻ കഴിയും. അപ്പൊ ഇടവിടാതെ ചില വിഷയങ്ങൾ നിന്റെ ജീവിതത്തിനകത്ത് ഒരു ദൈവപ്രവൃത്തി തുടങ്ങിയാൽ നിൽക്കരുത്. അത് തീർന്ന് അത് ഫൈനൽ ചെയ്തിട്ടേ നിൽക്കാവൂ. സ്തോത്രം. ഹല്ലേലൂയ. സ്തോത്രം. 1 മാസം സന്തോഷമാണെങ്കിൽ 3 മാസം പിന്നെ പ്രശ്നമാകരുത്. ദൈവം തുടങ്ങിയത് ഇടവിടാതെ ആ വിഷയത്തിന് ഒരു അവസാനം ഉണ്ടാകാനിടയാകണം. 5-ാമത്തെ വാക്യത്തിനകത്ത് എഴുതിയത് അങ്ങനെയാണ്. സ്തോത്രം. ഇടയ്ക്കിടയ്ക്ക് പ്രശ്നം വരുമെന്നല്ല, ഇടയ്ക്കിടയ്ക്ക് സ്തോത്രം തെറ്റിപ്പോകുമെന്നല്ല, ഇടയ്ക്കിടയ്ക്ക് വീണു പോകുമെന്നല്ല, ഇടവിടാതെ ഒരു വിടുതലുണ്ടായി. ഇന്ന് പകലും ഞാൻ പറയാം, ഈ നവംബർ മാസത്തിൽ ദൈവം ആഗ്രഹിക്കുന്നത് പോലെ ദൈവത്തിൽ വിശ്വാസത്തിൽ ഉറച്ചാൽ, കൃപയിൽ ഉറച്ചാൽ, ക്രിസ്തുവിൽ ഉറച്ചാൽ ഇനി തുടങ്ങുന്ന ദൈവിക പദ്ധതിക്ക് ഒരു ബ്രേക്ക് ഉണ്ടാകില്ല. ഇനി പറയുന്ന ദൈവിക പ്ലാനിന് ഒരു ഇടവേള ഉണ്ടാകില്ല, അതിനൊരു ഗ്യാപ്പ് ഉണ്ടാകില്ല. ഇടവിടാതെ ദൈവപ്രവർത്തികൾ നടക്കുന്ന ഒരു ജീവിതമായി മാറാൻ ആഗ്രഹിക്കുന്ന ദൈവമക്കളാണ് നിങ്ങളെങ്കിൽ ഞാൻ ആത്മാവിൽ പറയാം, കൃപയിൽ ഉറച്ചാൽ ഇടവേളകളില്ലാതെ ദൈവപ്രവർത്തികൾ നടക്കാൻ പരിശുദ്ധാത്മാവ് ഇടയാക്കും. ഒന്നാമത്തത്. രണ്ടാമത്തത് 5-ാമത്തെ വാക്യം ഞാൻ വീണ്ടും നിങ്ങളെ ഓർപ്പിക്കാം. ഹല്ലേലൂയ. 5-ാമത്തെ വാക്യം 10-ാം മാസം 1-ാം തീയതി പർവ്വത ശിഖരങ്ങൾ കാണാൻ സ്തോത്രം തുടങ്ങി. പർവ്വത ശിഖരങ്ങൾ കാണാൻ തുടങ്ങി. ഹല്ലേലൂയ. ഞാൻ പറഞ്ഞല്ലോ, പ്രശ്നം ഇതുവരെ തീർന്നിട്ടില്ല, പക്ഷെ ഉറച്ചു. പ്രശ്നം തീർന്നിട്ട് ഉറയ്ക്കാൻ നോക്കിയാൽ നമ്മൾ ഈ പറക്ക് ഉറയ്ക്കാൻ പറ്റിയിരിക്കുകയല്ല. നമ്മൾ കാത്തിരിക്കുകയാണ്. ഈ കാര്യത്തിനകത്ത് ദൈവത്തെ കൊണ്ട് തുമ്പിയെ കൊണ്ട് കല്ലെടുപ്പിക്കുന്ന പോലെ ദൈവം ഇത് ചെയ്തു തരുവാണെങ്കിൽ ഉറയ്ക്കാം എന്ന് പറയുന്ന ഒരുപാട് പേരെ ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷേ വെള്ളം ഇറങ്ങുന്നതിനേക്കാൾ മുമ്പ് ഉറയ്ക്കാൻ നിനക്ക് മനസ്സുണ്ടോ? സ്തോത്രം. ഹല്ലേലൂയ. അങ്ങനെയാണെങ്കിൽ ഇത് ഉറച്ചു കഴിഞ്ഞപ്പോൾ 2-ാമത്തെ കാര്യം, നോഹ പെട്ടകത്തിൽ നിന്ന് നോക്കുമ്പോൾ, സ്തോത്രം ഹല്ലേലൂയ, നോക്കുമ്പോൾ കാണാൻ തുടങ്ങി പർവ്വതത്തിൻ്റെ ശിഖരങ്ങൾ. സ്തോത്രം. അപ്പോൾ പെട്ടകം ഉറയ്ക്കുമ്പോഴും പർവ്വതങ്ങളൊന്നും കാണാൻ ഇല്ലായിരുന്നു, ഒന്നും കാണാനില്ലായിരുന്നു. കഴിഞ്ഞ കുറേ നാളുകളായി നോക്കുമ്പോൾ ഒരു പ്രതീക്ഷയില്ലാതെ, ഒരു വിശ്വാസത്തിന് സാധ്യതയില്ലാതെ, ഒന്നും കാണാനില്ലാതെ അടഞ്ഞു കിടന്ന ചില മേഖലകളായിരുന്നെങ്കിൽ ഞാൻ നിങ്ങളോട് പറയാം, ഉറച്ചു കഴിയുമ്പോൾ നിന്റെ കണ്ണാൽ കാണത്തക്ക രീതിയിൽ ചില വിഷയങ്ങളുടെ മുനാരങ്ങൾ, അതിൻ്റെ തുമ്പ്, അതിൻ്റെ ഏറ്റവും അറ്റം, അതൊരു വലിയ സ്തോത്രം ദൈവപ്രവൃത്തിയുടെ തുടക്കമായി കാണാൻ എത്ര പേർക്ക് ദൈവസന്നിധിയിൽ ആഗ്രഹമുണ്ട് ഞങ്ങളുടെ ജീവിതത്തിൽ ഒരു തുടക്കം കുറിക്കാൻ. ഹല്ലേലൂയ. ഒറ്റയടിക്കല്ല ദൈവപ്രവൃത്തികൾ നടക്കുന്നത്. ചിലർക്ക് വേഗത്തിൽ, കർത്താവ് ഈ ലോകത്തിലുണ്ടായിരുന്ന സമയത്ത് പെട്ടെന്ന് ഹല്ലേലൂയ കർത്താവ് ചില കാര്യങ്ങൾ ചെയ്തു കൊടുത്തിട്ടുണ്ട്. കുരുടനായ മനുഷ്യൻ, എരിഹോവിലിരുന്നവനോട് കർത്താവ് അവനോട് യേശു അവൻ ചോദിക്കുന്ന സന്ദർഭത്തിൽ ഒറ്റ വാക്കിൽ പ്രാപിച്ചോളാൻ പറഞ്ഞു. 1 നിമിഷം കൊണ്ട് കാഴ്ച വന്നു. സ്തോത്രം. ഹല്ലേലൂയ. എന്നാൽ മറ്റു ചിലരെ കുറിച്ച് എഴുതിയിരിക്കുന്നത് 1 നിമിഷം കൊണ്ട് വന്നില്ല. അവൻ്റെ കണ്ണിൽ ചേറ് പൂശി, എന്നിട്ട് ശീലോഹംകുളത്തിലേക്ക് പോകാൻ പറഞ്ഞു. അവൻ വലിഞ്ഞഴഞ്ഞ് ശീലോഹംകുളത്തിൽ പോയി കഴുകണ്ട വന്നു. ചില കേസൊക്കെ ഒറ്റ വാക്കിലെ പ്രാർത്ഥനയിൽ നടക്കും. എന്നാൽ ചില കാര്യങ്ങളൊക്കെ ഈ ശിഖരം തെളിഞ്ഞ് പതുക്കെ ഊറി ഇറങ്ങുന്നത് പോലെ പ്രാർത്ഥിച്ച് തന്നെ തെളിയിച്ചെടുക്കേണ്ട വിഷയങ്ങളുണ്ട്. അതിന് ഉറയ്ക്കാൻ തയ്യാറായെങ്കിലേ ചിലത് വെളിപ്പെടാനിടയാകത്തുള്ളൂ. ഇത് 2-ാമത്തെ കാര്യമാണ്. 3-ാമത്തെ കാര്യം 6-ാമത്തെ വാക്യത്തിനകത്ത് എഴുതിയിരിക്കുന്നത്, 40 ദിവസം കഴിഞ്ഞ ശേഷം നോഹ താൻ പെട്ടകത്തിലുണ്ടാക്കിയിരുന്ന കിളിവാതിൽ തുറന്നു. സ്തോത്രം. ഹല്ലേലൂയ. ഈ വാതിൽ തുറക്കണമെങ്കിൽ, വാതിൽ ചെറുതോ വലുതോ എന്തുമായിരിക്കട്ടെ, സ്തോത്രം, ഏകദേശം കണക്ക് കൂട്ടിയാൽ 1 വർഷത്തോട് അടുക്കുകയാണ് ഈ വാതിൽ അടഞ്ഞിട്ട്. സ്തോത്രം. മുകളിലേക്കുള്ള കണക്കും മഴ പെയ്യാൻ തുടങ്ങിയ ദിവസവും, സ്തോത്രം, ദൈവം കിളിവാതിൽ അടച്ച സമയം എല്ലാം കൂടി കണക്കാക്കിയാൽ മുകളിലേക്ക് നോക്കുമ്പോൾ ദിവസങ്ങൾ എണ്ണിയാൽ ഏകദേശം 10-11 മാസങ്ങൾ പിന്നിട്ടിട്ടുണ്ട്. അത്രയും മാസമായി അടഞ്ഞ വാതിൽ, പുറത്തേക്ക് യാതൊരു ആക്സസും ഇല്ലാതിരുന്ന, വേറെ ലോകവുമായിട്ട് യാതൊരു ബന്ധവും ഇല്ലാതിരുന്ന, സ്തോത്രം, ആ വലിയ പ്രശ്നത്തിലായിരുന്ന ആ വിഷയത്തിന് സ്വർഗസ്ഥനായ ദൈവം, സ്തോത്രം ഹല്ലേലൂയ, ഒരു ഓപ്പണിംഗ് ഉണ്ടാക്കി. ഒരു കിളിവാതിൽ അടഞ്ഞത് തുറക്കാനിടയായി. എപ്പോൾ? സ്തോത്രം ഹല്ലേലൂയ. ഇതിനിടയിൽ ഒന്നും തുറക്കാൻ, ഇപ്പോഴും വെള്ളം ഇറങ്ങിയിട്ടില്ല, ഇപ്പോഴും പ്രശ്നം തീർന്നിട്ടില്ല. പ്രശ്നം തീരുന്നതിനേക്കാൾ മുമ്പ്, ഒരു ഉണങ്ങിയ നിലം വെളിപ്പെടുന്നതിനേക്കാൾ മുമ്പ്, കാര്യങ്ങൾ പൂർണ്ണമായി അവസാനിക്കുന്നതിനേക്കാൾ മുമ്പ് 1, 2 എന്ന് ദൈവം നിന്റെ മേൽ പ്രവർത്തിക്കുന്നുണ്ട്, ദൈവം നിന്റെ വിഷയത്തിൽ ഇടപെടുന്നുണ്ട് എന്ന് തെളിയിക്കാൻ സ്വർഗസ്ഥനായ ദൈവം ചില അടയാളങ്ങൾ തന്നു നിർത്താൻ ദൈവം വിശ്വസ്തനാണ്. ഈ നവംബർ മാസത്തിൽ ഇതുപോലത്തെ ഒരു അനുഭവം ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്ന ദൈവമക്കൾ സഭായോഗത്തിൽ പങ്കെടുക്കുന്നുണ്ടെങ്കിൽ കയ്യും കെട്ടി ഇരിക്കുകയല്ല വേണ്ടത്. ഞാൻ ഉറയ്ക്കേണ്ടിടത്ത് ഉറയ്ക്കാം, നിൽക്കേണ്ടിടത്ത് നിൽക്കാം, ചെയ്യേണ്ടത് ചെയ്യാം, ദൈവത്തെ അനുസരിക്കാം, അവിടെ നിന്ന് പറയുന്നത് പോലെ ഞാൻ മുന്നോട്ട് പോകാം എന്ന് ദൈവസന്നിധിയിൽ തീരുമാനമെടുത്താൽ അടഞ്ഞുപോയ വാതിലുകൾ തുറക്കാൻ, സ്തോത്രം, പറ്റാതെ പോയ ചില മേഖലകൾ, കഴിഞ്ഞ 1 വർഷത്തിൽ കൂടുതലായി അടച്ചിട്ടിരിക്കുന്ന ചില കിളിവാതിലുകളെ സ്വർഗസ്ഥ
സ്വർഗസ്ഥനായ ദൈവം നവംബർ തീരുന്നതിനേക്കാൾ മുമ്പ് തുറക്കാൻ പദ്ധതി ഒരുക്കുമെന്ന് ദൈവാത്മാവിൽ പറയുമ്പോൾ സ്തോത്രത്തോടെ ഏറ്റെടുത്തിട്ട് ഞാൻ എന്ത് ചെയ്യണം കർത്താവേ, അത് ഞാൻ ചെയ്യാൻ തയ്യാറാണ് കർത്താവേ എന്ന് പറഞ്ഞ് ദൈവത്തെ മഹത്വപ്പെടുത്താൻ അത് ഏറ്റെടുക്കാൻ മനസ്സുള്ള ദൈവമക്കൾ ഈ സമയം പാഴാക്കാതെ സന്തോഷത്തോടെ ദൈവത്തിന് നിങ്ങളുടെ ആത്മാർത്ഥമായ പ്രതികരണത്തോടെ ദൈവത്തിന് സ്തോത്രം ചെയ്തുകൊണ്ട് പറ. ശുശ്രൂഷയുടെ കിളിവാതിലുകൾ അടഞ്ഞവർ, സ്തോത്രം ഹല്ലേലൂയ, വരുമാനത്തിന്റെ കിളിവാതിലുകൾ അടഞ്ഞവർ, എല്ലാം നന്മയുടെയും അനുഗ്രഹത്തിന്റെയും ആരോഗ്യത്തിന്റെയും എല്ലാം സമാധാനത്തിന്റെ സന്തോഷത്തിന്റെ കുടുംബ ഭദ്രതയുടെ കിളിവാതിലുകൾ അടഞ്ഞവർ, ഇനി ഇത് തുറക്കത്തില്ല എന്ന് വിചാരിച്ചിരിക്കുന്ന വിഷയങ്ങളെ പരിശുദ്ധാത്മാവാം ദൈവം ഈ പകൽക്കാലം ഈ വചനത്തിലൂടെ പറയുന്നു, തുറക്കാൻ സ്വർഗം ഇടയാക്കി തീർക്കും. എന്റെ ദൈവത്താൽ സംഭവിക്കും. അതിന് ചെയ്യേണ്ടത് എന്താ? ഉറക്കേണ്ടവണ്ണം ഉറച്ചാൽ സ്വർഗം അത് ചെയ്യാൻ വിശ്വസ്തനാകയാൽ ദൈവം അത് തുറക്കാൻ ദൈവം വിശ്വസ്തനാണ്. ഇത് മൂന്നാമത്തതാണ്. ഒരിക്കലും തുറക്കത്തില്ല എന്ന് വിചാരിച്ച് നാളുകളായി അടഞ്ഞത് ദൈവം തുറന്നു. 11-ാമത്തെ വാക്യം, 4-ാമത്തെ കാര്യം, 11-ാമത്തെ വാക്യം. പ്രാവ് വൈകുന്നേരത്ത് അവൻ്റെ അടുക്കൽ വന്നു. അതിൻ്റെ വായിൽ അതാ ഒരു പച്ച ഒലിവല. അതിനാൽ ഭൂമിയിൽ വെള്ളം കുറഞ്ഞു എന്ന് നോഹ അറിഞ്ഞു. സ്തോത്രം. ഇപ്പോഴും വെള്ളം ഇറങ്ങിയിട്ടില്ല, വെള്ളമാണല്ലോ പ്രശ്നം. സ്തോത്രം. 4-ാമത്തെ കാര്യം, പെട്ടകം ചില ദിവസങ്ങൾക്ക് മുമ്പ് ദൈവം ആശിച്ചിടത്തുറച്ചു, ദൈവം പ്രതീക്ഷിച്ചിടത്തുറച്ചു. ഉറച്ചു കഴിഞ്ഞപ്പോൾ 4-ാമത്തെ കാര്യമാണ് 11-ാം വാക്യത്തിൽ. പ്രാവ് ഒരു ഒലിവലയും കുത്തിക്കൊണ്ട് പെട്ടകത്തിലേക്ക് വരുന്നു. നിങ്ങൾക്കറിയായിരിക്കും, ഇത് ലോക സമാധാനത്തിൻ്റെ ചിഹ്നമായി ലോകം ഈ ആധുനിക കാലത്തും ഏറ്റെടുത്തിരിക്കുന്ന ഒരു സിമ്പലാണത്. ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും. അതിൻ്റെ ആശയം കിട്ടിയത് വേദപുസ്തകത്തിലെ നോഹയുടെ പെട്ടകത്തിൽ നിന്നാണ്. സ്തോത്രം. ആ പടം ഇന്നും നിങ്ങൾ എവിടെയെങ്കിലുമൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കും. രാഷ്ട്രത്തലവന്മാരും അങ്ങനെയുള്ള ആളുകളൊക്കെ ഇങ്ങനെയുള്ള സന്ദർഭങ്ങൾ ഇടയ്ക്കിടയ്ക്ക് വലിയ വലിയ പ്രതിസന്ധികളുടെ നടുവിൽ ഈ സിമ്പൽ, ഒരു പ്രാവ് ഒലിവലയും കൊത്തിക്കൊണ്ടുവരുന്നതിൻ്റെ പടം. സ്തോത്രം. ഇത് ഈ ഭാഗത്താണ് ചരിത്രത്തിൽ ആദ്യമായി വെളിപ്പെട്ട് നിൽക്കുന്നത്. പെട്ടകം പർവ്വതത്തിൽ ഉറച്ച് കുറച്ച് നാളുകൾ കഴിയുമ്പോൾ അവൻ്റെ പെട്ടകത്തിലേക്ക് പ്രാവ് വരികയാണ്. സ്തോത്രം. വെറുതെയല്ല വരുന്നത്, പ്രതീക്ഷയുടെ സമാധാനത്തിൻ്റെ സന്ദേശവുമായിട്ടാണ്. ഞാൻ നിങ്ങളോട് പറയാം, അടഞ്ഞു കിടന്ന നിൻ്റെ ജീവിതത്തിലേക്ക് സമാധാനത്തിൻ്റെ ദൂതനെ ദൈവം കയറ്റിവിടണമെങ്കിൽ, നിൻ്റെ വീട്ടിലെ വിഷയത്തിലേക്ക് സമാധാനത്തിൻ്റെ സിമ്പൽ ദൈവം നിനക്ക് വരച്ചു തരണമെങ്കിൽ ഉറയ്ക്കേണ്ടിടത്ത് ഉറയ്ക്കാൻ തയ്യാറാകണം. 4-ാം അധ്യായത്തിൽ ഇതൊക്കെ കറങ്ങി നടക്കുമ്പോൾ ഇതുറയ്ക്കാതെ ജീവിതത്തിൽ 20 കൊല്ലമായിട്ടും സ്തോത്രം പണമുണ്ടായോ വീട് വെച്ചോ ഇതൊന്നുമല്ല ഈ പറയുന്ന സന്ദേശം. കർത്താവിനെ അറിഞ്ഞിട്ട്, ഇത്ര വലിയ സത്യം അറിഞ്ഞിട്ട് നിങ്ങളുടെ ഹൃദയം ഈ തിരുവെഴുത്തുമായിട്ട് ഉറച്ചിട്ടുണ്ടോ? ഈ സത്യങ്ങളുമായിട്ട് ഉറച്ചിട്ടുണ്ടോ? നിങ്ങൾക്കതിന് ധൈര്യം കിട്ടിയിട്ടുണ്ടോ? ഇല്ലെങ്കിൽ ഈ മാസത്തിൻ്റെ ആരംഭ സഭായോഗത്തിൽ നിങ്ങൾ ഈ യോഗമൊക്കെ കഴിഞ്ഞിട്ട് ആദ്യം ചെയ്യേണ്ടത്, കർത്താവേ, ഞാൻ അറിഞ്ഞ സത്യത്തിൽ ഉറയ്ക്കാനുള്ളൊരു കൃപ എനിക്കും എൻ്റെ പിള്ളേർക്കും തരണം. അതിനകത്ത് ഉറച്ചാൽ ഞാൻ ഉറപ്പു തരാം, നിങ്ങളുടെ പെട്ടകത്തിലേക്ക് സർവശക്തനായ ദൈവം സമാധാനത്തിൻ്റെ ദൂതനെ, ആ പ്രാവിനെ ഞാൻ അങ്ങനെ കാണുക, നിങ്ങളുടെ വീട്ടിലേക്ക് പ്രതീക്ഷിക്കാത്തത് പറന്നു കയറും. യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് പകൽക്കാലം ഈ നവംബറിലെ ആദ്യത്തെ സഭായോഗത്തിൽ ഞാൻ ദൈവത്തിൻ്റെ വചനം പങ്കുവെക്കുമ്പോൾ ഏറ്റവും പരിചിതമായ ഭാഗത്തു നിന്ന് ചില വാക്കുകൾ എടുത്ത് പറയുമ്പോൾ ഞങ്ങളുടെ പ്രേക്ഷകരുടെ കുടുംബങ്ങളിലേക്ക് ബന്ധുക്കൾ പോലും തിരിഞ്ഞു നോക്കാനോ വരാനോ ഇല്ലാത്ത പ്രാർത്ഥനക്കാർ പോലും നിങ്ങളുടെ വീട്ടിൽ കയറി ഇറങ്ങി തിന്നും കുടിച്ചും സ്വത്തിന് കൈ നിറച്ച് നന്മയുമായി പോയ പഴയ വീട്ടിലേക്ക് ഇന്നാരും വരാനില്ലാതിരിക്കുന്നെങ്കിൽ ഞാൻ ആത്മാവിൽ പറയാം, വിശ്വാസത്തിലും ദൈവകൃപയിലും പരിശുദ്ധാത്മാവിലും ദൈവത്തിൻ്റെ വചനത്തിലും ഉറയ്ക്കാൻ തയ്യാറായാൽ സ്വർഗസ്ഥനായ ദൈവം നിന്റെ കൂടാരത്തിനകത്തേക്ക് നീ വിളിക്കാതെ, നീ പറയാതെ, നേരത്തെ കാട്ടിക്കൂട്ടി ഡേറ്റ് കൊടുക്കാതെ, സ്തോത്രം ഹല്ലേലൂയ, സ്വർഗം ചിലതിനെ നിന്റെ വീട്ടിൽ പറന്നു കയറത്തക്ക രീതിയിൽ ദൈവം കരുതി വിടും. അതിനകത്ത് സമാധാനത്തിന്റെ സന്ദേശമുണ്ടാകും, വിടുതലിന്റെ ദൂതുണ്ടാകും. അത് സംഭവിക്കണമെങ്കിൽ നാം ചെയ്യേണ്ട കാര്യം ആത്മാർത്ഥതയോടെ ചെയ്യാൻ തയ്യാറായാൽ, 4-ാമത്തത് ദൈവത്തിൻ്റെ സമാധാനത്തിൻ്റെ സ്തോത്രം ചിറകടികൾ നിന്റെ ഭവനത്തിനകത്തേക്ക് പറന്നു കയറാനിടയാകും. 5-ാമത്തെ കാര്യം കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. 13-ാം വാക്യം. 601 സംവത്സരം 1-ാം മാസം 1-ാം തീയതി ഭൂമിയിൽ വെള്ളം വറ്റിപ്പോയിരുന്നു. നോഹ പെട്ടകത്തിൻ്റെ മേൽത്തട്ട് നീക്കി. സ്തോത്രം. അതൊരു ശുഭകരമായ കാര്യമാണ്. കിളിവാതിലെ തുറന്നുള്ളൂ, പക്ഷെ കുറെ കഴിഞ്ഞപ്പോൾ മേൽത്തട്ട് നീക്കി. സ്തോത്രം. ഇത് വായിക്കുമ്പോൾ എൻ്റെ മനസ്സിനകത്ത് തെളിഞ്ഞു വന്നത്, മുകളിലേക്ക് നോക്കുമ്പോൾ ഒന്നും കാണാനില്ലായിരുന്നു, മേൽത്തട്ട് അടഞ്ഞു കിടന്നാൽ. സ്തോത്രം. മുകളിൽ നിന്നാണല്ലോ ഈ അരുളപ്പാടും കമാൻഡിങ്ങും ഈ ആലോചന എല്ലാം കിട്ടിയത്. കുറേ നാളുകളായി, മാസങ്ങളായി ഇതിനകത്തിരുന്ന് മുകളിലേക്ക് നോക്കുമ്പോൾ മോൾത്തട്ടല്ലാതെ അതിനപ്പുറത്തേക്കൊന്നും കാണാനില്ലാത്തൊരു കാലമായിരുന്നു. പ്രാർത്ഥിച്ചാൽ പോലും ഒരു മറുപടി കിട്ടാത്ത, ദൈവദാസന്മാരെ വീട്ടിൽ വിളിച്ചിരുത്തി പ്രാർത്ഥിപ്പിച്ചിട്ടും എന്താകുമെന്നറിയാത്ത. സ്തോത്രം. ഹല്ലേലൂയ. അങ്ങനെ മേൽത്തട്ടടഞ്ഞ വിഷയങ്ങളുമായി, മുകളിൽ നിന്ന് യാതൊരു സമ്പർക്കമില്ലാത്ത, അങ്ങോട്ട് നോക്കിയാൽ ഒന്നും കാണാനില്ലാത്ത
അടഞ്ഞു കിടന്ന മേൽത്തട്ടിന് കീഴെ അമ്പരന്ന് നിന്നവർ 2025 11 മാസത്തിലേക്ക് കയറിയിരിക്കുന്നെങ്കിൽ നിങ്ങൾ കർത്താവിൽ ഉറക്കെ, വിശ്വാസത്തിൽ ഉറക്കെ, ആരാധനയിൽ ഉറക്കെ. ആത്മീയത്തിൽ യേശു വരാറായി. ഇനി നമുക്ക് ഞറക്കിട്ടെടുക്കുന്നത് പോലെ ആലോചിച്ച് നിൽക്കാൻ നേരമില്ല. സ്തോത്രം. ദൈവസന്നിധിയിൽ തീരുമാനത്തോടെ ഈ സഭായോഗം, എനിക്ക് പിന്നാലെ പ്രസംഗിക്കുന്ന കർത്തൃദാസന്മാരുടെ ഈടിറ്റ ശുശ്രൂഷകൾ നിങ്ങളെ ഒരു ചതുപ്പ് നിലത്ത് കൊണ്ടുപോയി ഒതുക്കുകയല്ല, ഒരു പർവ്വതത്തിൻ്റെ മുകളിൽ ഉറപ്പിക്കട്ടെ. ആ ഒരു ഉറപ്പ് നിങ്ങളുടെ ജീവിതത്തിലെ ഈ 5 അനുഗ്രഹങ്ങളിലേക്ക് നയിക്കട്ടെ. മേൽത്തട്ടടഞ്ഞു പോയ വിഷയങ്ങൾ ഈ നവംബറിൽ തുറക്കട്ടെ. സമാധാനത്തിൻ്റെ സ്തോത്രം അലയടികൾ നിന്നുപോയ വീട്ടിൽ മൂകതകൾ മാത്രം ശേഷിക്കുന്ന രോഗങ്ങളും പ്രയാസങ്ങളും സാമ്പത്തിക ബുദ്ധിമുട്ടുകളും നിമിത്തം സ്തോത്രം ഈ സമാധാനത്തിൻ്റെ വരവ് നിന്നുപോയ വീട്ടിലേക്ക് സ്തോത്രം കിളിവാതിൽ വഴി ദൈവത്തിൻ്റെ കൃപയുടെ സമാധാനം വന്നു കയറാൻ ദൈവമായ കർത്താവ് ഇടയാക്കട്ടെ. നാളുകളായി അടയ്ക്കപ്പെട്ട ചില പിന്നാമ്പുറത്തെ അനുഗ്രഹത്തിൻ്റെ വാതിലുകൾ, സ്തോത്രം, ചില ആക്സസുകൾ പുറത്തേക്ക്, വിദേശ രാജ്യങ്ങളിലേക്ക്, നീ നിൽക്കുന്ന സ്ഥലത്ത് നിന്ന് അടുത്ത മേഖലയിലേക്കുള്ളത് അടഞ്ഞുപോയത്, സ്തോത്രം, കൊറോണ കാലത്ത് തിരിച്ചിവിടേക്ക് വന്നിട്ട് പോകാൻ പറ്റാതെ ഒതുങ്ങിപ്പോയത്, ഈ വാതിലുകളൊക്കെ തുറക്കട്ടെ. അത് തുറക്കപ്പെടുന്ന നിലവാരത്തിലേക്ക് ദൈവം വരുത്തട്ടെ. സ്തോത്രം, ഹല്ലേലൂയ. ഒന്നും കാണാനില്ലാതെ വെറും വെള്ളപ്പരപ്പിൽ നടന്ന ചില ജീവിതങ്ങൾ ഒരു ശിഖരം, പർവ്വത ശിഖരം പോലെ ഒരു പ്രതീക്ഷയുടെ തിരിനാളം കാണാൻ തുടങ്ങട്ടെ. സ്തോത്രം, ഹല്ലേലൂയ. ഇടവിടാതെ ചില വിഷയങ്ങൾ തീരാൻ തുടങ്ങട്ടെ. ഈ 5 അനുഗ്രഹങ്ങളാൽ നവംബർ മാസത്തെ ദൈവമായ കർത്താവ് അലങ്കൃതമാക്കി സമ്പന്നമാക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. സർവശക്തനായ ദൈവത്തിൻ്റെ കൃപയാൽ ഈ വാക്കുകൾ നിങ്ങൾ ആരാധനയ്ക്കൊക്കെ ശേഷം ദൈവസന്നിധിയിൽ ധ്യാനിച്ച് എടുത്തുവെച്ച് പ്രാർത്ഥിച്ച് കർത്താവിൻ്റെ പാദപീഠത്തിൽ സ്വീകരിക്കാൻ തയ്യാറായാൽ ഞാൻ നിങ്ങളെ ശുശ്രൂഷിക്കുന്ന കർത്തൃദാസൻ എന്ന നിലയ്ക്ക് ആശംസിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. സർവശക്തനായ ദൈവത്തിൻ്റെ കൃപയാൽ ചില വാതിലുകൾ തുറക്കും, ചില ആക്സസുകൾ ഉണ്ടാകും, ചില കിളിവാതിലുകൾ തുറക്കും, ചിലത് കാണാൻ തുടങ്ങും, മേൽത്തട്ട് തുറക്കും, സമാധാനത്തിൻ്റെ ദൂതൻ നിങ്ങളുടെ വീട്ടിലേക്ക് കയറി വരും, ദൈവത്തിൻ്റെ അനുഗ്രഹത്തിൻ്റെ സിംബലുകൾ കാണാൻ തുടങ്ങും, ദൈവത്തിൻ്റെ പ്രതീക്ഷകൾ ദൈവമായ കർത്താവ് തരാനിടയാകും. അത് ദൈവം തരട്ടെ എന്നുള്ള പ്രതീക്ഷയോടെ ആവോളം അനുഗ്രഹിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾക്ക് ഉപസംഹാരം കുറിച്ചുകൊണ്ട്